ബാങ്ക് SSC എക്സാമുകളിൽ ഒരുപാട് അഭിമാന നേട്ടങ്ങൾ കൈവരിച്ച വെരാന്ത റേസ് കോഴിക്കോടിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടെ. ഈ റിസൾട്ട് അല്പം സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഓൾ കേരള റാങ്ക് 1, ഇന്ത്യയിലെ ആകെ 18 വേക്കൻസികളിൽ കേരളത്തിൽ സെലക്ട് ചെയ്യപ്പെട്ട ഒരേ ഒരു വിദ്യാർത്ഥി അരവിന്ദ്, ഓൾ കേരള റാങ്ക് 1. അരവിന്ദിന്റെ വീട്ടിലെ വിശേഷങ്ങളും അരവിന്ദിന്റെ റിസൾട്ടിനെ കുറിച്ച് പറയാനുള്ളതും അരവിന്ദിന്റെ സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ നമുക്ക് അവന്റെ വീട്ടിലേക്ക് പോവാം. ഞാൻ കോഴിക്കോട് വെരാന്ത റേസിലെ 2021 നവംബർ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഈ വർഷം നടന്ന 2024 NHPന്റെ റിക്രൂട്ട്മെന്റിൽ എനിക്ക് ഫൈനൽ സെലക്ഷൻ നേടാൻ പറ്റി. അപ്പം എൻ്റെ പാരൻസിനെ പരിചയപ്പെടുത്താണ്. ഇതെൻ്റെ അച്ഛൻ റിട്ടയർഡ് സുബേദാർ മേജറാണ് ഇന്ത്യൻ ആർമിയിൽ. ഇതെൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. അമ്മേൻ്റെ പേര് സിനിഷ. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. BSc മാത്സ് കഴിഞ്ഞതിന് ശേഷം, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവൻ പറഞ്ഞത്, അച്ഛാ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കയറണം. അപ്പം മോൻ പറഞ്ഞ അതേമാതിരി വെരാന്ത റേസ് നല്ല കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ ഇഷ്ടം അവിടെ ചേർന്നോ, പക്ഷെ നിന്റെ ഭാവിയാണ് എനിക്ക് മുഖ്യം. അപ്പം നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് പറയാം, ഒന്നും മടിക്കരുത്. പൈസയുടെയോ പിന്നെ വേറെ എന്തും കാര്യം ഉണ്ടെങ്കിലും എന്നത് എല്ലാം ഞാൻ നിർത്തി തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ വെരാന്ത റേസിൽ അവർ പിന്നെ കോച്ചിങ്ങിന് പോയി 2021 മുതൽക്ക്. അവിടുന്ന് ഇത്ര ഒരു അച്ചീവ്മെന്റിൽ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിലെല്ലാ പിന്തുണ നൽകിയ വെരാന്ത റേസിന്റെ അതിന്റെ മെൻറ്റർമാർക്കും ബാക്കി അതിന് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ അധികാരികൾക്കും എൻ്റെ അതിയായ കടപ്പാടുണ്ട്. സന്തോഷം. മോൻ്റെ ഞാൻ എന്താണ് വിചാരിച്ച് മോൻ ആ ഒരു ലെവലിൽ എത്തി, അതിൽ വളരെ സന്തോഷം. പിന്നെ എൻ്റെ മോനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഹാർഡ് വർക്കറാണ്. ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നേടണം എന്നുള്ളൊരു വാശി പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഇവനെ പറ്റിക്ക് 100% ഉറപ്പാണ് അവൻ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു അതിയായ ആത്മാഭിമാനമുണ്ട്. കൂടെ സപ്പോർട്ട് ചെയ്ത വെരാന്ത റേസിനും എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട്. അവൻ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ മൊബൈലിലുള്ള കളി കുറവാണ്. ഏറ്റവും കൂടുതൽ അവൻ ബുക്സാണ് വായിക്കുന്നത്. ആ ബുക്സ് അവൻ വരുത്താറുമുണ്ട്. പുറമേ നിന്ന് അവൻ കൊറിയർ ത്രൂ ഒരുപാട് ബുക്സോടെ വരുന്നതാൻ കാണാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അവനെ നോക്കുമ്പോൾ, ഞാൻ എപ്പം നോക്കുമ്പം അവൻ റൂമിൽ ഞാൻ ഇടയ്ക്ക് പോയി ചെക്ക് ചെയ്യാറുണ്ട് അവൻ എന്താ ചെയ്യുന്നുള്ളത്. അവൻ കാണാതെ തന്നെ അപ്പോൾ അവന് അപ്പോഴും ബുക്ക് വായിക്കുന്നതായിരിക്കും കാണുന്നത്. ഒരിക്കലും മൊബൈൽ കളിക്കുന്നത് ഞാൻ കാണാറില്ല. ആദ്യം നിങ്ങൾ എല്ലാവരും എനിക്ക് പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ, ഈ മൊബൈൽ നമ്മൾ പഠനകാലത്ത് നമ്മൾ എന്ത് വിചാരിക്കുന്നു അത് അച്ചീവ് ചെയ്യുന്നവർക്ക് മൊബൈലുള്ള ആ ഒരു കളി കുറയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങൾ ബുക്സ് വായിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ടാവും. അതെന്നും നിങ്ങളുടെ ബ്രെയിനിലുണ്ടാവും. നിങ്ങൾക്കത് ഭാവിയിൽ ഗുണം ചെയ്യും. ബാക്കി എൻ്റെ മോനും അത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് മോനെ പറ്റി എനിക്ക് 100 നാവാണ്. കാരണം വെച്ചാൽ ഞാൻ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു കുട്ടികൾ വഴി തിരിഞ്ഞു പോവാണ്ട് അവൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പരിണമിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മോനെ പറ്റി വളരെ സന്തോഷമുണ്ട്. എല്ലാവരും പറയുന്നതിലേക്ക് ആത്മാഭിമാനമുണ്ട്. എല്ലാവരും ഇതേമാതിരി മുന്നോട്ട് പോയാൽ എല്ലാവർക്കും അവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കും. ഇതിനൊക്കെ ഉപരി ഞാൻ പറയാൻ കഠിനാധ്വാനം, ഹാർഡ് വർക്ക് നമ്മളെ കഠിനാധ്വാനമാണ് ഏറ്റവും വലുത്. പിന്നെ ഒരു എന്താ പറയുക, ആത്മസമർപ്പണം. നമ്മൾ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നേടണം എന്നുള്ള നമ്മളെ ഒരു പ്രയത്നം ഉണ്ടല്ലോ, ആ പ്രയത്നം നിങ്ങൾക്ക് എപ്പോഴും ഫലം ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ 3 വർഷമായിട്ട് അവൻ കോച്ചിങ്ങിൽ തന്നെയാണ്. കാരണം ഈ 3 വർഷത്തിൽ പിന്നെ ഈ 2021 മുതൽക്ക് 2024 ഈ നിമിഷം വരെ അവൻ കോച്ചിങ്ങിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, നീ മോനെ എത്ര നിനക്ക് ഇതുവരയ്ക്ക് നിന്റെ ലക്ഷ്യം നീ പ്രാപ്തി ചെയ്യുന്നില്ല, ലക്ഷ്യം നിന്റെ സഫലീകരിക്കുന്നില്ല, അതുവരയ്ക്ക് നിനക്ക് കോച്ചിങ്ങിന് പോവാം. എത്ര വേണമെങ്കിലും അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതേപോലെ തന്നെ അവൻ അതിനിടയ്ക്കും കുറേ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രിലിംസും മെയിൻസും ഒക്കെ പാസ്സായിട്ടും ഇൻ്റർവ്യൂവിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബോംബെ പോയിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ അറ്റൻഡ് ചെയ്ത് വന്നതാണ്. പിന്നെ SSC വന്നിട്ട് ഇവിടെ മൈസൂർ പോയിട്ടും എയർഫോഴ്സ് ഓഫീസറായിട്ടും അവർ 5 ദിവസം, അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അതിൽ ഞാൻ അവൻ്റെ മിടുക്ക് മനസ്സിലാക്കിയതാണ്. ഈ 5 ദിവസം അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് പറ്റുന്ന സംഗതിയല്ല. ഒരു കോച്ചിങ്ങും ഇല്ലാതെ അതിനെപ്പറ്റി യാതൊരു തയ്യാറെടുപ്പെടുത്തായിരുന്നു. SSCനെ പറ്റി തയ്യാറെടുപ്പില്ലാതെ പോയതായിരുന്നു. അങ്ങനെ അവൻ SSCയിൽ 5 ദിവസം മൈസൂർ പോയി ഒരു എയർഫോഴ്സിൽ ഒരു ഓഫീസറാവാന്ന് പറഞ്ഞാൽ, ഞാനൊരു ആർമിക്കാരനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം അറിയാം. അപ്പം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബാരികറ മലയാണ്, ബാരികറ മല എന്ന് പറയും. കാരണം അത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്താലേ അവർക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവൻ ഒരു പിന്നെ ഇതുമില്ലാതെ എന്താ പറയുന്നത്, അവന് വിചാരിച്ചത് എനിക്കിത് കിട്ടുമോ എന്നുള്ള ഒരു ഇതിൽ പോയതല്ല. അവൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അച്ഛാ ഞാനൊരു കോച്ചിങ് ഇല്ലാണ്ട് പോകുന്നതാണ്, ഇതിൻ്റെ തയ്യാറെടുപ്പില്ല പോകുന്നതാണ്, ഞാൻ അടുത്ത ബസ്സിന് തിരിച്ചും കൂടെ വരും,
ജസ്റ്റ്. അപ്പോൾ അവിടെ പോയി അവിടെ 5 ദിവസം നിന്നലേക്ക് അന്നേ ഞാൻ അവരെ എൻ്റെ മോനെ അളന്നതാണ്. കാരണം അവന് കഴിവുണ്ടെന്നുള്ളത്. ആ കഴിവ് അവൻ ഇപ്പോൾ എനിക്ക് മുന്നേ കാണിച്ചു തന്നു. അച്ഛാ എന്നോട് അതിന് മുന്നേ വന്നിട്ടും പറഞ്ഞിരുന്നു, അച്ഛാ ഇല്ല ഞാൻ എന്തെങ്കിലും ജോലി കയറും എന്ന് പറഞ്ഞിരുന്നു. അതേമാതിരി അങ്ങനെ തന്നെ എൻ്റെ മോൻ എനിക്ക് കാണിച്ചു തന്നു. അലിക്ക് എൻ്റെ മോനെ പറ്റി വളരെ വളരെ സന്തോഷവും ആത്മാഭിമാനവും ഉണ്ട്. ഞാൻ അരവിന്ദന്റെ അമ്മയാണ്. ആദ്യമായിട്ട് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ് ഈ ഒരു അച്ചീവ്മെന്റിന്. നമ്മളെല്ലാം എന്ത് ചെയ്താലും ഒരു എഫേർട്ട് എടുത്താലും ഞാനൊരു വിശ്വസിക്കുന്ന അതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അത് ഒരു ഹാർഡ് വർക്ക് വെറുതെ കിട്ടുന്നതല്ല. ഒന്നും ഹാർഡ് വർക്ക് ഉണ്ടാവണം, ഡിറ്റർമിനേഷൻ ഉണ്ടാവണം, പിന്നെ ഒരു ലക്കും. അവിടെ ഒരുപാട് ഫാക്ടേഴ്സ് ഒന്ന് ചേർന്ന ഒരു നിമിഷമാണ് ഒരു സക്സസ് വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മകൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. റേസ് ഒരുപാട് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ മെന്റേഴ്സ് ആയാലും അവിടെ പല സൗകര്യങ്ങളും അവന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് തളർന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എക്സാംസ് എഴുതുന്നത് ചിലത് നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും നമുക്ക് കിട്ടില്ല, ചിലത് പ്രതീക്ഷിക്കാതെ കിട്ടിയാലും കൈപ്പിടിയിൽ എത്തുന്നതിൻ്റെ മുന്നേ വഴുതി പോയ സന്ദർഭങ്ങൾ, തകർന്ന് തരിപ്പണാവുന്ന, അതിനെയൊക്കെ അതിജീവിക്കാൻ ഒരുപാട് സപ്പോർട്ട് റേസിനായാലും അവൻ്റെ ഫ്രണ്ട്സ് ആ സമയത്തുണ്ടായിരുന്ന കുട്ടികൾ തമ്മിലുള്ളൊരു ബോണ്ട് ഞാൻ ശരിക്കും കണ്ടത് അവിടെയാണ്. ഇന്നത്തെ കാലത്ത് അത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. അവനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടുന്ന് ഓരോന്നും നമ്മൾ ഒരു തുടങ്ങാൻ എളുപ്പമാണ്. തുടങ്ങിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് റിസൾട്ട് വേണം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യം. ഒന്ന് ആയി തീരുക ചെയ്യാൻ. എന്തും നമ്മളത് മോൾഡ് ചെയ്ത് വരാനുള്ള ടൈം, ആ ടൈം കുട്ടികൾക്ക് കൊടുത്താൽ അതെന്തായാലും അവർ അത് അച്ചീവ് ചെയ്യുന്നുള്ളതിൻ്റെ തെളിവ്. ഒരുപാട് വായിക്കുന്ന കുട്ടിയാണ്, ടേബിൾ ടെന്നീസിൽ കഴിവ് തെളിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവൻ എപ്പോഴും ഈ ഒരു എന്താ ആ ഹാർഡ് വർക്ക് അവൻ അതിന് ഒരിക്കലും ഗീവ് അപ്പ് ചെയ്തിട്ടില്ല. ഓരോന്നും തളരുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അത് കഴിഞ്ഞ് തിരിച്ചവൻ ഈ ഒരു പഠനത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ടാവും. അതൊരു ലാസ്റ്റ് ഒരു അച്ചീവ്മെന്റ് ആണ്. വേറൊരു എക്സാം എഴുതി കഴിഞ്ഞ് അവൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ വിളിക്കുക. വിളിച്ച സമയത്ത് NSPയുടെ റിസൾട്ട് വന്നു എന്ന് പറയുന്ന ഒരു നിമിഷത്തിൽ എനിക്കെന്താ പറയേണ്ട അറിയില്ല. സ്പീച്ച്ലെസ് ആയി. ഞാൻ സ്വപ്നമാണോ കാണുന്നത്? അതെനിക്ക് ഇപ്പോഴും ഒരു ദിവസം 2 ദിവസം എടുത്തു ആ റിയാലിറ്റിയിലേക്ക് ഞാൻ വരാൻ. എനിക്ക് ശരിക്കും ചില സമയത്ത് ഞാൻ വിചാരിക്കും പെട്ടെന്ന് NSP പോലത്തുള്ള ഒരു ഇതിലേക്ക് ഒരു വലിയൊരു ഗോളാണ് അത്. നമുക്കത് റിയലൈസ് ചെയ്യാൻ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ നമ്മളുടെ വീട് മൊത്തം അന്നത്തെ ഒരു ദിവസം കൊണ്ടാണ് എല്ലാം ചേഞ്ച് ചെയ്തത്. പറയാനറിയില്ല എനിക്ക് ആ ഒരു സന്തോഷം. നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീക്കുന്ന സമയത്ത് തോന്നും അയ്യോ ഇത് ശരിക്കും അവന് ഉള്ളതാണ്. നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം 3 വർഷത്തിനിടയിൽ കിട്ടുന്ന ഒരു എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. ആ ഒരു ദിവസത്തെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് ഒരു റിയാലിറ്റി ആണെന്ന് ഞങ്ങൾ അറിയാൻ 1-2 ദിവസം എടുത്തു നമ്മൾക്കത് ഇതിൻ്റെ ഒരു ആ ഒരു ബേസിലേക്ക് വരാൻ. ഇതാണ് എൻ്റെ അമ്മച്ചൻ, ഇതാണ് അമ്മമ്മ. അമ്മച്ചൻ്റെ പേര് ജനാർദ്ദനൻ, കോർപ്പറേഷൻ ബാങ്കിൽ ക്ലർക്കായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഇത് അമ്മമ്മേൻ്റെ പേര് സത്യവതി. അമ്മമ്മ ഇവിടെ ആഴ്ചവട്ടം സ്കൂളിൽ സോഷ്യൽ സയൻസ് ടീച്ചറായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. 1000-2000 വേക്കൻസിൻ്റെ എക്സാംസ് വരെ എനിക്ക് അവസാനം ഇൻ്റർവ്യൂ വരെ എത്തിയിട്ട് എനിക്ക് ഔട്ട് ആവേണ്ടി വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സിറ്റുവേഷനിലും നമ്മളിപ്പം ഡിസപ്പോയിൻറ്റഡ് ആവും. നമ്മൾ സാധാരണയാണ് അത് ഡിസപ്പോയിൻറ്റഡ് ആവുന്നത്. അത് പിറ്റേ ദിവസം മുതൽ തന്നെ ആ ഒരു ഇത് മാറ്റി നിർത്തിയിട്ട് എനിക്ക് വീണ്ടും പ്രിപ്പറേഷനിലേക്ക് വരാൻ പറ്റി. അതൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സ് ആണെങ്കിലും മെൻറ്റേഴ്സ് ആണെങ്കിലും അത് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓരോരുത്തർ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും. ഞാൻ രാവിലെ ഇവിടെ ഒരു 9 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു 9-9:30 ആകുമ്പോഴേക്കും ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയിട്ട് ഞാൻ തുടങ്ങും. അപ്പോൾ രാവിലെ തന്നെ വീട്ടിലാണെങ്കിലും ഇപ്പം എന്താ പറയുക പല കാര്യങ്ങളും ഉണ്ടാവും ചെയ്ത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുക. അത് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ഒരു സമയം പറയുകയാണെങ്കിൽ ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാനുള്ള ആ ഒരു സമയങ്ങൾ മൊത്തം പഠനത്തിൽ തന്നെയാണ് കൊടുക്കാറ്. അപ്പം രാത്രി 11 മണി 11:30 ആവും വീട്ടിലെത്താനും കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് നമ്മളിപ്പം പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ പ്രിപ്പറേഷൻ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ആ സമയത്ത് പറയുകയാണെങ്കിൽ 7 മണിക്ക് ഇറങ്ങാറുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പിന്നെ അങ്ങനെ സബ്ജക്റ്റ് സ്ട്രോങ് ആക്കി പിന്നെ ഞാൻ പിന്നെ സമയം പിന്നെ ചേഞ്ച് ചെയ്തു 9 മണി മുതലാക്കി. കാരണം എനിക്ക് വീട്ടിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ എനിക്ക് ഏകദേശം ആ ഒരു സമയം വരും. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു പഠന രീതി ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാ ദിവസവും പറയുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റും ഞാൻ ഫോക്കസ് ചെയ്യായിരുന്നു.
മാത്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ദിവസം കറണ്ട് അഫയേഴ്സ് ദിവസം പ്രിപ്പയർ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും ന്യൂസ് പേപ്പർ വായിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് വീക്കായുള്ളവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ ദിവസം ന്യൂസ് പേപ്പർ വായിക്കുക. അപ്പോൾ ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യും ഓരോ എക്സാംസ് കഴിയുമ്പോഴും. പിന്നെ ഈ പ്രിപ്പറേഷനിൽ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം മോക്ക് ടെസ്റ്റാണ്. മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ദിവസം ഞാനിപ്പം പ്രിലിംസ് ആണെങ്കിൽ ഒരു 4-5 എണ്ണം ഞാൻ ദിവസം എടുക്കും. കാരണം തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ സ്പീഡാണ്. ഇപ്പോൾ ഒരു 4-5 മോക്കുകൾ ഞാൻ ദിവസം എടുക്കാറുണ്ട്. അങ്ങനെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. അങ്ങനെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്തു എന്നൊരു ഇതിലെത്തുമ്പോൾ മെയിൻസാണ് പലരും പിന്നെ പ്രശ്നമായിട്ട് വരാറ്. കാരണം എന്താ വെച്ചാൽ പ്രിലിംസ് ഏകദേശം എല്ലാവരും ദിവസം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് മെയിൻസാണ് എല്ലാവർക്കും ആ ഒരു സമയത്ത് തുടക്കക്കാർക്ക് പ്രത്യേകിച്ച് ഐഡിയ കിട്ടാത്തത്. അപ്പോൾ മെയിൻസും ഇതിൻ്റെ ഒപ്പം പാരലലി ആയിട്ട് ഞാൻ മെയിൻസും കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 ദിവസം കൂടുമ്പോൾ എന്തായാലും ഒരു മെയിൻ സ്മോക്ക് ചെയ്യാറുണ്ട്. ആ മെയിൻ സ്മോക്ക് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ദിവസം അനലൈസും പിന്നെ പിറ്റേ ദിവസം അത് ഉണ്ടാവും. 2 ദിവസം ഏകദേശം അനാലിസിസ് ഉണ്ടാവും അതിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് മെയിൻസിൻ്റെ കാര്യം ചെയ്യാറ്. അപ്പം ഞാൻ മെയിൻസും പ്രിലിംസും ഒരുമിച്ച് കൊണ്ടുപോയതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം എല്ലാ പ്രിലിംസും പിന്നെ അതേപോലെ തന്നെ മെയിൻസ് വരെ ക്ലിയർ ചെയ്ത് ഇൻ്റർവ്യൂ വരെ എത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അവസാനം സെലക്ഷൻ നേടുന്നത് അതിപ്പോഴാണ്. അത് എപ്പോഴും എന്താ പറയുക, നമ്മൾ കാത്തിരിക്കുക നമ്മുടെ ഒരു ചാൻസിന് വേണ്ടിയിട്ട്. അതുവരെ പ്രിപ്പയർ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മളെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കുക, നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവരുത്. എന്താ പറയുക, നമുക്കറിയില്ല നമുക്ക് എപ്പോൾ കിട്ടും നമുക്കറിയില്ല. കാരണം ഒരു വർഷമാവാം, ആദ്യത്തെ വർഷം തന്നെ നമുക്ക് ചിലപ്പോൾ അച്ചീവ് ചെയ്ത് നിന്നിരിക്കാം. 2 വർഷമാവാം, 3 വർഷമാവാം. എന്നാലും അതാരും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ തളരാൻ പാടില്ല. അന്ന് 2021 മുതൽ ഈ സെലക്ഷൻ വരെ എനിക്ക് അവിടുന്ന് കിട്ടിയ സപ്പോർട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക്. പിന്നെ അതുമാത്രമല്ല അവിടുന്ന് എന്താ പറയുക മെൻറ്റേഴ്സും അതേപോലത്തെ ഫാക്കൽറ്റീസും പിന്നെ അവിടുന്ന് എനിക്ക് കിട്ടിയ ഫ്രണ്ട്സും അവർ പറയുകയാണെങ്കിൽ എനിക്കൊരു പൂർണ്ണമായൊരു സ്റ്റഡി സർക്കിൾ എനിക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് എനിക്കത് എത്രയോ നന്നായിട്ട് എൻ്റെ പഠനത്തിൽ അത് ഉപകാരപ്പെട്ടു. അതേപോലെ തന്നെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും പലരും പല രീതിയിലും സെലക്ഷൻ കിട്ടി പോയിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ പിന്നെ ഇതും കൂടി ആകുമ്പോൾ എന്താ പറയുക, വളരെ നല്ല സന്തോഷമുണ്ട്. ഇപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല, എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന നമ്മളെ മെറ്റീരിയൽസ് ഇതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ദിവസം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അവർ. അതെന്തായാലും അവർ ഉറപ്പ് വരുത്തും നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം മനസ്സിലാവും നമ്മൾ ഏത് സബ്ജക്റ്റിലാണ് വീക്ക്, ഏത് സബ്ജക്റ്റിലാണ് സ്ട്രോങ് എന്നുള്ള കാര്യം. അപ്പോൾ ഞാനിപ്പോൾ മാത്സിലായിരുന്നു കുറച്ച് സ്ട്രോങ് ഉണ്ടായിരുന്നത്. പിന്നെ റീസണിങ് ആയിരുന്നു എനിക്ക് കുറച്ച് വീക്ക് ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ എൻ്റെ സ്ട്രോങ് ഉള്ളത് അത് അതേപോലെ തന്നെ നിലനിർത്തി. അതേപോലെ തന്നെ എന്നും ക്വസ്റ്റ്യൻ സ്ട്രോങ് ആണെന്ന് കരുതിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് നിന്നിട്ടില്ല. ദിവസവും ക്വസ്റ്റ്യൻസ് അതിൻ്റെ അഡ്വാൻസ് ആയിട്ടും ചെയ്തു. അതേപോലെ തന്നെ റീസണിങ് ആണെങ്കിലും എനിക്ക് വീക്കായത് കുറച്ച് റീസണിങ് ആയതുകൊണ്ട് ഞാനത് വളരെ ബേസിക് മുതൽ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ദിവസം ഞാൻ ഒരു ദിവസം വിടാതെ അത് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ അവസാനം അതൊരു നല്ലൊരു എബവ് ആവറേജ് എന്നുള്ളൊരു ഇതിലേക്ക് എത്തിച്ചു റീസണിങ്. പിന്നെ റേസിലെ ലാബ് ഫെസിലിറ്റി അത് പറയാതിരിക്കാൻ വയ്യ. അത് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അവിടെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ലാബ് എത്ര വേണമെങ്കിൽ നമുക്ക് കിട്ടുന്ന വരെയും നമുക്ക് അവിടെ യൂസ് ചെയ്യാന്നുള്ളൊരു പ്രത്യേകതയാണ്. ഇപ്പം സ്വന്തമായിട്ട് ലാപ്പ് ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെയുള്ള ഫെസിലിറ്റീസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ അവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതാണെങ്കിൽ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 11 മണി വരെ അവർ നമ്മളെ ഇരിക്കാൻ അവിടെ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ റേസിൻ്റെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു എന്താ റിസോഴ്സസ് നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ അവർ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്.